Good day everyone. നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്റർ ആയിരിക്കുന്ന അതിലെ ഒരു പേപ്പർ ആയിരിക്കുന്ന ഡെവലപ്മെന്റ് ഓഫ് ലേണറിലെ സെക്കൻഡ് യൂണിറ്റ് ആയിരിക്കുന്ന ഡയമെൻഷൻ ഓഫ് ഡെവലപ്മെന്റ് അക്രോസ് ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന് തൊട്ട് മുന്നത്തെ പാഠത്തിൽ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. Like physical and motor development, cognitive development, emotional development, social, moral and language development. ഇതിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്? നമ്മുടെ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ ചേഞ്ചസ് ഇൻ ദ ബോഡി ഓർഗൻസ്. അപ്പൊ എക്സ്റ്റേണൽ ചേഞ്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, അതിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇന്റേണൽ എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം, അങ്ങനത്തെ സംഭവങ്ങളിൽ ഉണ്ടാകും. നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഏതിൽ പറയുന്നത്, ഇന്റേണൽ ബോഡി ഓർഗൻസിന്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ദ ചേഞ്ചസ് ഇൻ ദ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ദ ഇന്റേണൽ ബോഡി ഓർഗൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഫങ്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഫിസിക്കൽ ഡെവലപ്മെന്റ്? ഇറ്റ് ഈസ് ദ പ്രോഗ്രസീവ് ചേഞ്ച് ഇൻ ദ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ദ ഇന്റേണൽ ബോഡി ഓർഗൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ കപ്പാസിറ്റി ടു ഫങ്ഷൻ. സോ അതിൽ നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിഫറെന്റ് സ്റ്റേജസിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻഫാൻസി എന്ന് പറയുന്നത് 0 to 2 years ആണ്. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക. ഇനി പ്രീ ചൈൽഡ്ഹുഡ്, ദാറ്റ് മീൻസ് 3 to 6 years വരെയുള്ള സമയത്താണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഇൻഫാൻസിയിൽ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ നടക്കുന്നു എന്ന് പറഞ്ഞു. ആ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരികയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ് ഓഫ് ഫിക്സേഷൻ അഥവാ ഫിക്സേഷൻ പീരീഡ്. Then moving on to middle childhood, that is from 7 to 9 years of age. അവിടെ low rate of growth ആണ് ഉണ്ടാകുന്നത്. കുറച്ച് rate of growth കുറവാണ്. ഇനി വീണ്ടും നമ്മൾ ലേറ്റ് ചൈൽഡ്ഹുഡിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു പീരീഡ് ഓഫ് ഫിക്സേഷൻ വരികയാണ്. ദെൻ ഏർലി അഡോളസൻസ്, ഏർലി അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. ഇനി ലേറ്റർ അഡോളസൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്നു. മെച്യൂരിറ്റിയിൽ എത്തുമ്പോൾ ആ ഗ്രോത്ത് സീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കൺസെപ്ഷന്റെ ടൈമിൽ ഉണ്ടാകുന്ന ട്രേറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ, കുട്ടി ഗർഭസ്ഥ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ട്രേറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയെ ഗർഭിണിയായിരിക്കുന്ന ടൈമിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, അതുപോലെ തന്നെ കുട്ടിക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻസ്, പിന്നെ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് കിട്ടുന്ന കണ്ടീഷൻസ് ആൻഡ് കെയേഴ്സ്, അതുപോലെ തന്നെ കുട്ടിയുടെ ഉള്ളിൽ വല്ല ഡിഫക്ട്സോ ഇൽനെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ലീവിങ് കണ്ടീഷൻസ് ആൻഡ് ഓൾസോ ഒരു കുട്ടി പ്ലേ ചെയ്യുന്ന, റെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ സമയം. ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ഒരു ഫോൺ കൊടുത്ത് ഒരു ഫോണിന്റെ ഫ്രണ്ടിൽ ഇരുത്തുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. ആ കുട്ടി ഓടി കളിച്ച് ഉറങ്ങി, കറക്റ്റ് ടൈമിൽ ഉറങ്ങി ഓടി കളിച്ചാൽ മാത്രമാണ് ആ കുട്ടിക്ക് ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു, അതുപോലെ തന്നെ ഫാക്ടേഴ്സും പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഡെവലപ്മെന്റിലേക്ക് എത്താണ്. നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആണ് മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പൊ മോട്ടോർ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്ട്രെങ്ത് അതിനെ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന്റെ കോർഡിനേഷനിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു കൊച്ച് അല്ലെങ്കിൽ ഒരു വയസ്സായ കൊച്ചിന് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. ആ കുട്ടിക്ക് എങ്ങനെയാണ്? ആ കുട്ടി പതുക്കെ പിച്ച് വെച്ചാണ് നടക്കുന്നത്. അതിന് കാരണം എന്താണ്? ആ കുട്ടിയുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ ഈ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് തന്നെയാണ് നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇപ്പൊ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ അത് ആ കുട്ടീനെ മെന്റലിയും ഇമോഷണലിയും അതുപോലെ തന്നെ ആ കുട്ടിക്ക് മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന രീതി, ഇപ്പൊ സോഷ്യലി ആ കുട്ടി ഇന്ററാക്ട് ചെയ്യുന്ന രീതിനെയൊക്കെ ആ ഡെവലപ്മെന്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റുമായിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് 6 തരാണ് വരുന്നത്.
ഇപ്പോൾ mass to specific, large to small, cephalocaudal, proximo-distal, bilateral to unilateral, maximum to minimum. ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഇനി മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. അപ്പൊ മാസ് ടു സ്പെസിഫിക് എന്ന് പറയുന്നത് ഒരു കുട്ടി ഇപ്പൊ സ്റ്റിമുലസ് ഇപ്പൊ ഒരു കുഞ്ഞു കൊച്ചിനെ ആലോചിക്കുക. അപ്പൊ ആ കൊച്ച് ഒരു ചൂടുള്ള ഒരു പാത്രത്തിന് തൊടുകയാണ്. ആ തൊടുന്ന സമയത്ത് ഒരു വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ബാക്കിലേക്ക് ഫുൾ ബോഡി വെച്ച് പുഷ് ചെയ്തിട്ടാണ് വീഴുക. അതേസമയം ഇതേ കുട്ടി വലുതായിട്ട് ഒരു ചൂടുള്ള പാത്രത്തിൽ തൊടുകയാണെങ്കിൽ ആ കൊച്ച് അവന്റെ കൈവിരലുകൾ മാത്രമാണ് അവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പൊ മാസ് ടു സ്പെസിഫിക് എന്ന് പറയുന്നത് ആ കുട്ടി ആ എക്സ്റ്റേണൽ സ്റ്റിമുലി ആയിട്ട് മൊത്തം ബോഡി മാസ് മുഴുവൻ വെച്ച് റിയാക്ട് ചെയ്യുന്നതിനെയാണ് മാസ് എന്നും, പിന്നെ ആ കുട്ടി വിരലുകൾ കൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നതിനെയാണ് സ്പെസിഫിക് ട്രെൻഡ് എന്നും പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു സാധനം എടുക്കണം. ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ച് മൊത്തം 10 വിരലുകളും യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ ഒരു വാട്ടർ ബോട്ടിൽ ചെറുപ്പത്തിൽ എടുക്കണമെങ്കിൽ ആ കുട്ടി എടുത്തിട്ടുണ്ടാവുക. പക്ഷെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ആ കുട്ടിയുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആയതിനു ശേഷം ഒരു കൈ കൊണ്ട് ആ കൊച്ചിന് ആ ബോട്ടിൽ എടുക്കാൻ പറ്റുന്നു. അതിനെയാണ് നമ്മൾ ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർഡിനേഷൻ ഓഫ് ലാർജർ മസിൽസ് ഡെവലപ്സ് ബിഫോർ സ്മോളർ മസിൽസ്. ഇനി അടുത്തത് വരുന്നതാണ് സെഫാലോകോഡൽ. ഇതും അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന പ്രോക്സിമോ ഡിസ്റ്റലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പൊ സെഫാലോകോഡൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സൈഡിൽ എഴുതരുത്, പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരണം ഹെഡ് ടു ടോ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ആദ്യം ഹെഡിൽ നിന്ന് തുടങ്ങി പിന്നീടാണ് ടോയിലേക്ക് പോകുന്നത്. ഹെഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് 1 മാസമുള്ളപ്പോൾ ആ കുട്ടിയുടെ തല നേരെ വെക്കാനായിട്ട് സാധിക്കുന്നു. 1 വർഷത്തിന് ശേഷം മാത്രമാണ് ആ കുട്ടിയുടെ കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ വരുന്നതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ. അത് സെന്റർ ടു പെരിഫറി. അപ്പൊ സെന്റർ ടു പെരിഫറി എന്ന് പറയുന്നത് ആദ്യം ആ കുട്ടിയുടെ ആംസ് ആണ് യൂസ് ചെയ്യുക, പിന്നീടാണ് ആ കുട്ടി ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സെന്ററിൽ നിന്ന് ആ കുട്ടിയുടെ ഔട്ട്സൈഡ് ദ ബോഡി ഫ്രെയിമിലേക്കാണ് പോകുന്നത്. ലൈക്ക് ഇപ്പോ ഇതാണ് നമ്മുടെ കുട്ടി എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ കുട്ടിയാണ്. നമ്മൾ സെഫാലോകോഡൽ പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഹെഡിൽ നിന്ന് ടോയിലേക്കാണ് സ്റ്റാർട്ടിങ്, മോട്ടോർ ഡെവലപ്മെന്റ് സ്കില്ലിന്റെ സ്റ്റാർട്ടിങ്. ഇനി പ്രോക്സിമോ ഡിസ്റ്റൽ പറയുന്നത് ഇതാണ് ആ കുട്ടിയുടെ സെന്റർ എന്ന് വിചാരിക്കുക. ഈ സെന്ററിൽ നിന്ന് ഈ ആംസിന്റെ ആദ്യം ആംസ് ആണ് വർക്ക് ചെയ്യുക. ഇതാണ് ആംസ്. ദെൻ അതിനുശേഷം ആ കുട്ടിയുടെ ഫിംഗേഴ്സ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ അര ആദ്യം വർക്ക് ചെയ്യും, എന്നിട്ടാണ് കാലുകൾക്ക് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് പറ്റുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അപ്പൊ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു ട്രെൻഡ് വന്നതാണ് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. അപ്പൊ ബൈലാറ്ററൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ ആദ്യം ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞു കൊച്ച് നമ്മൾ ഭക്ഷണം വാരി കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കൊച്ച് 2 കൈ കൊണ്ടായിരിക്കും ഭക്ഷണമൊക്കെ വാരി കഴിക്കുന്നുണ്ടാവുക. അതിനുശേഷം ആ കുട്ടിക്ക് പതുക്കെ മനസ്സിലായി തരും, ഓക്കെ ആ കുട്ടി മനസ്സിലാക്കും 2 കൈ കൊണ്ട് കഴിക്കേണ്ട, ഒരു സ്പെസിഫിക് കൈ, ഇപ്പൊ റൈറ്റ് ഹാൻഡ് കൊണ്ട് മാത്രമേ നമ്മൾ ഫുഡ് വാരി കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ബോധം ആ കുട്ടിക്ക് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നതാണ് മാക്സിമം ടു മിനിമം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ആ കുട്ടി ചെറുപ്പത്തിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിലോ ആ കൊച്ച് ഒന്ന് ഓടണമെങ്കിലോ ആ കൊച്ചിന് കുറെ മാക്സിമം എനർജി ഔട്ട്പുട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാലാണ് ആ കൊച്ചിന് ഓടാനോ നടക്കാനോ ഒക്കെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വലുതാവും തോറും ഈസി ആയി തുടങ്ങി ആ കുട്ടിക്ക്. കുറച്ച് എനർജി കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് പറ്റി. അതാണ് മാക്സിമം ടു മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ജനറൽ ട്രെൻഡ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മോട്ടോർ ഡെവലപ്മെന്റ്. അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ സിമ്പിൾ ആയിട്ടുള്ള മോട്ടോർ കൺട്രോൾ ഡെവലപ്പ് ഒരു സീക്വൻസിലാണ് നടക്കുന്നത്. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് നടക്കും, എന്നിട്ട് അത് കോംപ്ലക്സിലേക്ക് മാറിപ്പോകും. പിന്നെ ആദ്യം ലാർജ് മസിൽസ് ആയിരിക്കും മൂവ്മെന്റ് നടക്കുക, പിന്നെയാണ് ഫൈൻ മസിൽസ് വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ദ മോട്ടോർ ഡെവലപ്മെന്റ് ഒരു കുട്ടിയിൽ നടക്കുന്ന പോലെയല്ല വേറൊരു കുട്ടിയിൽ നടക്കുക, അത് ഡിഫറെന്റ് ആയിരിക്കും. അത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും? അത് മെച്യൂരിറ്റി, ഹെൽത്ത്, ന്യൂട്രീഷൻ, അതുപോലെ പ്രാക്ടീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതിനൊരു കാരണം തന്നെയാണ്.
Now the factors affecting the motor development, neural muscular maturity. ആ കുട്ടിക്ക് ഒരു ഒരു മസിൽ മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രാക്ടീസ്. ആ കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയുടെ ഒരു ഫോം കൊടുത്ത് അവിടെ ഇരുത്താണെങ്കിൽ ആ കൊച്ചു നടക്കാൻ ഒരിക്കലും പഠിക്കില്ല. ആ കൊച്ചു നടക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ആ കൊച്ചിനെ നമ്മൾ ആ കൊച്ചിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കൈ നീട്ടി കാണിച്ചാലാണ് ആ കൊച്ചിന് നടന്ന് വരണം, അല്ലെങ്കിൽ ആ കൊച്ചിനെ വേണ്ടത്ര എൻകറേജ് ചെയ്താൽ മാത്രമാണ് ആ കൊച്ച് ഒരു പ്രാക്ടീസ് കൊടുത്താൽ മാത്രമാണ് ആ കുട്ടിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ എഡ്യൂക്കേറ്റ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അതുപോലെ തന്നെ പ്രോപ്പർ ഫെസിലിറ്റീസ് ഫോർ എക്സസൈസും പ്ലേക്കും ഒരു പ്രോപ്പർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ആ ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടീനെ എൻകറേജ് ചെയ്ത് മോട്ടിവേഷൻ, ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നതും ഈ മോട്ടോർ ഡെവലപ്മെന്റിന് ഒരു എന്താ എഫക്റ്റിംഗ്